വെൽക്കം ടു ഹോംവർക്ക് PSC 2026 ജനുവരി മാസത്തിലെ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ്. സമുദ്ര മലിനീകരണ നിയന്ത്രണത്തിനായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സേനയുടെ അതായത് തീരദേശ സംരക്ഷണ സേനയുടെ ആത്മനിർഭർ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി അടുത്തിടെ കമ്മീഷൻ ചെയ്ത കപ്പൽ ആൻസർ സമുദ്രപ്രതാപ്. അതായത് തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പലാണ് സമുദ്രപ്രതാപ്. ഇത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച കപ്പലാണ്. സമുദ്ര മലിനീകരണ നിയന്ത്രണത്തിനായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സേന കമ്മീഷൻ ചെയ്ത കപ്പലാണ് സമുദ്രപ്രതാപ്. ഏത് ദൗത്യത്തിന്റെ ഭാഗമായിട്ട്? ആത്മനിർഭർ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായിട്ട് സമുദ്ര മലിനീകരണ നിയന്ത്രണത്തിന് വേണ്ടി ഇന്ത്യൻ തീരസംരക്ഷണ സേന കമ്മീഷൻ ചെയ്ത കപ്പൽ സമുദ്രപ്രതാപ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പുതുതലമുറ ഹെലികോപ്റ്ററാണ് ധ്രുവ് NG. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പുതുതലമുറ ഹെലികോപ്റ്റർ ധ്രുവ് NG. യൂറോപ്യൻ യൂണിയന്റെ ഏകീകൃത കറൻസിയായ യൂറോ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യമായത് ബൾഗേറിയ. 2026 ജനുവരി 1 മുതൽ യൂറോപ്യൻ യൂണിയന്റെ ഏകീകൃത കറൻസി യൂറോ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യം ബൾഗേറിയ. ബൾഗേറിയയുടെ പഴയ കറൻസി ലവ്. പ്രധാന നിയമനങ്ങൾ. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആര്? ജസ്റ്റിസ് സൗമൻസൻ. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് സൗമൻസൻ. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ പ്രസിഡന്റായി നിയമിതനായ മലയാളി ആര്? ആൻസർ രാജൻ ഗുരുക്കൾ. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ പ്രസിഡന്റായി നിയമിതനായ മലയാളി രാജൻ ഗുരുക്കൾ. പ്രശസ്ത ചരിത്രകാരനായ അദ്ദേഹം കേരള ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ കൂടിയാണ്. പ്രശസ്ത ചരിത്രകാരനായ അദ്ദേഹം കേരള ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ കൂടിയാണ്. വ്യോമസേനയുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ പുതിയ ഉപമേധാവി നാഗേഷ് കപൂർ. എയർ മാർഷൽ നാഗേഷ് കപൂർ. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ ഉപമേധാവി നാഗേഷ് കപൂർ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായത് RK അഗർവാൾ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആൻഡ് MD ആയത് RK അഗർവാൾ. RK എന്ന് വെച്ചാൽ രവീന്ദ്ര കുമാർ അഗർവാൾ. അപ്പോൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ MDയും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായത് രവീന്ദ്ര കുമാർ അഗർവാൾ. വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റത് ഡെൽസി റോഡ്രിഗസ് വെനസ്വേലയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പ്രസിഡന്റ് മഡുറോയെ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് പ്രകാരം അമേരിക്ക തട്ടിക്കൊണ്ടുപോയതുകൊണ്ട് ഡെൽസി റോഡ്രിഗസിന് അമേരിക്കയുടെ ആക്ടിംഗ് പ്രസിഡന്റായി ആകേണ്ടി വന്നു. അതുവരെ ഡെൽസി റോഡ്രിഗസ് വെനസ്വേലയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആണ് ഡെൽസി റോഡ്രിഗസ്. വെനസ്വേലൻ ഭരണാധികാരി നിക്കോളാസ് മഡുറോയെ പിടികൂടാനായി കാരക്കാസിൽ US നടത്തിയ സൈനിക നടപടി. ആൻസർ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. വെനസ്വേലൻ ഭരണാധികാരിയായ നിക്കോളസ് മഡുറോയെ പിടികൂടാൻ കാരക്കാസിൽ US നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് ജനുവരി 3, 2026 ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അർദ്ധ ബാലിസ്റ്റിക് മിസൈലുകളായ 2 പ്രളയ മിസൈലുകൾ. പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം DRDO എവിടെ വെച്ചിട്ടാണ് വിജയകരമായി പരീക്ഷിച്ചത്? ഒഡീഷ തീരത്ത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അർദ്ധ ബാലിസ്റ്റിക് മിസൈലായ 2 പ്രളയ മിസൈലുകൾ DRDO വിജയകരമായി പരീക്ഷിച്ചത് ഒഡീഷ തീരത്ത് വെച്ച്. ഇന്ത്യയിൽ 5ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കപ്പലുകളുടെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പലാണ് INSV കൗണ്ഡിന്യ. ഇന്ത്യയിൽ 5ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കപ്പലിന്റെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പലാണ് INSV കൗണ്ഡിന്യ. ഇത് 5ാം നൂറ്റാണ്ടിലെ കപ്പലിന്റെ മാതൃകയിലാണ് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കപ്പല് സ്റ്റിച്ച്ഡ് ഷിപ്പ് തുന്നിക്കൂട്ടിയ കപ്പൽ എന്നൊക്കെ അറിയപ്പെടുന്നത് INSV കൗണ്ഡിന്യയാണ്. അജന്ത ഗുഹയിലെ പുരാതന പെയിന്റിംഗ് മാതൃകയെ വികസിപ്പിച്ചെടുത്തതാണ് കപ്പൽ. കന്നി യാത്ര ഗുജറാത്തിലെ പോർബന്തറിൽ നിന്നും ഒമാനിലേക്കാണ്. The ship is called a stitched ship because its wooden planks are sewn together using coconut fiber ropes instead of being fixed with iron nails. അതായത് ഇവിടെ ഇരുമ്പ് ആണി അടിക്കുന്നതിന് പകരം കയർ ഉപയോഗിച്ചിട്ടാണ് എല്ലാം കെട്ടിവെച്ചിട്ടുള്ളത്. നാച്ചുറൽ റെസിൻ, കോട്ടൺ ആൻഡ് ഓയിൽസ് ആർ യൂസ്ഡ് ടു സീൽ ദ ഹൾ and make its
seaworthy. Although it belongs to the Indian Navy, INSV Kaudinya is not a combat vessel. അപ്പോൾ ഇന്ത്യയിൽ 5-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കപ്പലുകളുടെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പലാണ് INSV കൗണ്ഡിന്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. 2025 ചൈനയെ മറികടന്നാണ് ഇന്ത്യ ഒന്നാമതെത്തിയത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. സെക്കൻഡ് ചൈന. അവാർഡുകൾ. കവി പ്രഭാവർമ്മയുടെ ഏത് കൃതിക്കാണ് സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ സുഗതകുമാരി സ്മാരക പുരസ്കാരം ലഭിച്ചത്? ആൻസർ രൗദ്ര സ്വാത്വികം. കവി പ്രഭാവർമ്മയുടെ ഏത് കൃതിക്കാണ് സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ സുഗതകുമാരി സ്മാരക പുരസ്കാരം ലഭിച്ചത്? രൗദ്ര സ്വാത്വികം. അപ്പോൾ രൗദ്ര സ്വാത്വികം ആരുടെ കൃതിയാണ്? പ്രഭാവർമ്മയുടെ. 2023 സരസ്വതി സമ്മാനം രൗദ്ര സ്വാത്വികം അർഹമായി. അപ്പോൾ കവി പ്രഭാവർമ്മയുടെ ഏത് കൃതിക്കാണ് സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ സുഗതകുമാരി സ്മാരക പുരസ്കാരം ലഭിച്ചത്? രൗദ്ര സ്വാത്വികം. ഇതേ രൗദ്ര സ്വാത്വികത്തിന് തന്നെ 2023 സരസ്വതി സമ്മാനം അർഹമായി. പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായ നടൻ ലാലു അലക്സ്. പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായ നടൻ ലാലു അലക്സ്. ചുനക്കര രാമൻകുട്ടി പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ റഷീദ് മഞ്ചപ്പാറയ്ക്കൽ. ചുനക്കര രാമൻകുട്ടി പുരസ്കാരത്തിന് അർഹനായതാര്? ഡോക്ടർ റഷീദ് മഞ്ചപ്പാറയ്ക്കൽ. പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായത് ലാലു അലക്സ്. ചുനക്കര രാമൻകുട്ടി പുരസ്കാരത്തിന് അർഹനായത് റഷീദ് മഞ്ചപ്പാറയ്ക്കൽ. TP മാധവൻ സ്മാരക പുരസ്കാരം പങ്കിട്ട ചലച്ചിത്ര പ്രതിഭകൾ ആരെല്ലാം? TP മാധവൻ സ്മാരക പുരസ്കാരം പങ്കിട്ടത് മധുവും ജഗതി ശ്രീകുമാറും. TP മാധവൻ സ്മാരക പുരസ്കാരം പങ്കിട്ട ചലച്ചിത്ര പ്രതിഭകൾ മധു, ജഗതി ശ്രീകുമാർ. ഭരത് മുരളി കൾച്ചറൽ സെന്ററിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് നടൻ ജഗതി ശ്രീകുമാറിന്. ഭരത് മുരളി കൾച്ചറൽ സെന്ററിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയത് നടൻ ജഗതി ശ്രീകുമാറിന്. സലിൻ മാൻകുഴിയുടെ ഏത് കൃതിക്കാണ് വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചത്? ആനന്ദലീല. സലിൻ മാങ്കുഴിയുടെ ഏത് കൃതിക്കാണ് വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചത്? ആനന്ദലീല. അതായത് വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സലിൻ മാങ്കുഴി. സലിൻ മാങ്കുഴിയുടെ ഏത് കൃതിക്ക്? ആനന്ദലീല. സലിൻ മാങ്കുഴിയുടെ ഏത് കൃതിക്കാണ് വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചത്? ആനന്ദലീല. 8ാമത് കാക്കനാടൻ പുരസ്കാരം 2025-26 ലഭിച്ച കഥാകൃത്താര്? വിനു എബ്രഹാം. 8ാമത് കാക്കനാടൻ പുരസ്കാരം 2025-26 ലഭിച്ച കഥാകൃത്താണ് വിനു എബ്രഹാം. അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവന മുൻനിർത്തിയാണ് 8ാമത് കാക്കനാടൻ പുരസ്കാരം വിനു എബ്രഹാമിന് ലഭിച്ചത്. അപ്പൊ 8ാമത് കാക്കനാടൻ പുരസ്കാരം 2025-26 ലഭിച്ചത് വിനു എബ്രഹാം സമഗ്ര സംഭാവനയ്ക്ക്. ഇതേ വർഷം തന്നെ കാക്കനാടൻ ചെറുകഥ അവാർഡിന് മൻസൂർ പള്ളൂർ അർഹനായി. ഇതേ വർഷം കാക്കനാടൻ ചെറുകഥ അവാർഡിന് മൻസൂർ പള്ളൂർ. അപ്പൊ 8ാമത് കാക്കനാടൻ പുരസ്കാരം ലഭിച്ചത് സമഗ്ര സംഭാവനയ്ക്ക് വിനു എബ്രഹാമിനും. എന്നാൽ കാക്കനാടൻ ചെറുകഥ അവാർഡിന് അർഹനായത് മൻസൂർ പള്ളൂറാണ്. കൃതി ചെമ്പൻ വെള്ളത്തിൽ മറഞ്ഞിറങ്ങിയ ശബ്ദങ്ങൾ. ചെമ്പൻ വെള്ളത്തിൽ മറഞ്ഞിറങ്ങിയ ശബ്ദങ്ങൾ. കാക്കനാടൻ അതായത് 2025-26 വർഷത്തെ കാക്കനാടൻ ചെറുകഥ അവാർഡിന് അർഹനായത് മൻസൂർ പള്ളൂർ. കൃതി ചെമ്പൻ വെള്ളത്തിൽ മറഞ്ഞിറങ്ങിയ ശബ്ദങ്ങൾ. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ 2026 ഹരിവരാസന പുരസ്കാരം നേടിയത് തിരുവിഴ ജയശങ്കർ. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ 2026 ഹരിവരാസന പുരസ്കാരം നേടിയത് തിരുവിഴ ജയശങ്കർ, പ്രശസ്ത നാഗസ്വര വിദ്വാനാണ്. അപ്പൊ 2026 ഹരിവരാസന പുരസ്കാരം തിരുവിഴ ജയശങ്കറിന്. 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കും 2024 PK വീരമണിദാസനുമായിരുന്നു. ശബരിമല അയ്യപ്പസ്വാമിയുടെ പേരിൽ കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം. 2026 ലഭിച്ചത് തിരുവിഴ ജയശങ്കർ. ഇദ്ദേഹം പ്രശസ്ത നാഗസ്വര വിദ്വാനാണ്. 2025 ഹരിവരാസനം പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കും. 2024 ഹരിവരാസനം പുരസ്കാരം PK വീരമണിദാസനുമാണ്. മലയാളത്തിലെ ആദ്യ ചെറുകഥാകാരൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ സ്മരണാർത്ഥം നൽകി വരുന്ന കേസരി നായനാർ പുരസ്കാരം ഇത്തവണ നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. മലയാളത്തിലെ ആദ്യ ചെറുകഥാകാരൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ സ്മരണാർത്ഥം നൽകി വരുന്ന കേസരി നായനാർ പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.
കേസരി നായനാർ പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അതുപോലെ തന്നെ പരമൻ അന്നമ്മ നട ഫൗണ്ടേഷന്റെ സർഗപ്രഭ പുരസ്കാരം, അതായത് ഇത്തവണത്തെ സർഗപ്രഭ പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അപ്പോൾ കേസരി നായനാർ പുരസ്കാരവും ഇത്തവണത്തെ സർഗപ്രഭ പുരസ്കാരവും നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025-26 വർഷത്തെ കേസരി നായനാർ പുരസ്കാരവും സർഗപ്രഭ പുരസ്കാരവും നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് അരുന്ധതി റോയി. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ ആദ്യത്തെ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് അരുന്ധതി റോയി. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് അരുന്ധതി റോയി. പ്രമുഖരുടെ വിയോഗങ്ങൾ. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ മകളും മുൻ പ്രസിഡന്റ് സിയാഉൾ റഹ്മാന്റെ പത്നിയും ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയുമായിരുന്ന ബീഗം ഖാലിദ സിയ അന്തരിച്ചു. ബീഗം ഖാലിദ സിയ. അപ്പൊ ഖാലിദ സിയ ആരായിരുന്നു? ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ മകൾ, മുൻ പ്രസിഡന്റ് സിയാഉർ റഹ്മാന്റെ പത്നി, ബംഗ്ലാദേശിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയുമായിരുന്ന ബീഗം ഖാലിദ സിയ അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും 1996 മുതൽ 2012 വരെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായിരുന്ന അന്തരിച്ച വ്യക്തിയാണ് സുരേഷ് കൽമാടി. മുൻ കേന്ദ്രമന്ത്രിയും 1996 മുതൽ 2012 വരെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായിരുന്ന അന്തരിച്ച വ്യക്തിയാണ് സുരേഷ് കൽമാടി. വി കെ ഇബ്രാഹിം കുഞ്ഞ് കേരള മുൻ മന്ത്രി അന്തരിച്ചു. വി കെ ഇബ്രാഹിം കുഞ്ഞ്. വിഖ്യാത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ധനഞ്ജയ ഗാഡ്ഗിൽ അന്തരിച്ചു. മാധവ് ധനഞ്ജയ ഗാഡ്ഗിൽ അന്തരിച്ച തീയതി എന്ന് പറയുന്നത് 2026 ജനുവരി 7. അപ്പോൾ വിഖ്യാത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഗാഡ്ഗിൽ അന്തരിച്ച തീയതി 2026 ജനുവരി 7 ആണ്. ജനുവരി 7. താങ്ക് യു.